പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനും. മഹത്വമേറിയ 3 തിരുമൊഴികൾ. ക്രിസ്തുവിൻ്റെ മഹത്തായ ചില മറുപടികൾ നമ്മുടെ ശ്രദ്ധയിൽ വിചിന്തനം ചെയ്യുന്ന പക്ഷം അവയുടെ വിസ്മയനീയതയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. താൻ 40 നാൾ ഉപവസിച്ചതിന് ശേഷം സാത്താനോട് ജയിച്ച പോലെ പരീശന്മാരോടും സദൂക്യരോടും പ്രധാനാചാര്യന്മാരോടും തന്നെ കുടുക്കിലാക്കുന്നതിനുള്ള ചോദ്യങ്ങളെ ഉതകുന്ന മറുപടിയിൽ പരാജയപ്പെടുത്തിയത് എങ്ങനെ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. പരീശന്മാർ ക്രിസ്തുവിൻ്റെ നേരെ ശത്രുത മനോഭാവമാണ് പുലർത്തിയിരുന്നത്. യേശു ജനിച്ചപ്പോൾ ഹെരോദോസ് ആയിരുന്നു യഹൂദ്യ ഭരിച്ചിരുന്നത്. റോമ ഭരണാധിപനായിരുന്ന സീസറിൽ നിന്ന് അധികാരം കൈപ്പറ്റി റോമൻ ചക്രവർത്തിയായ സീസറിന് കപ്പം കൊടുത്തിരുന്ന കാലം ആയിരുന്നു അത്. അന്ന് തന്നെ തോൽപ്പിക്കാൻ സമീപിച്ചവർ, ഗുരു, അങ്ങ് സത്യവാനും പരിപൂർണ ദൈവമാർഗം പഠിപ്പിക്കുന്നവനും ആണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ? നികുതി കൊടുക്കുന്നത് ഏത് രാജ്യത്തായാലും ജനങ്ങൾ വിരോധികളാണ്. അതിനാൽ ചോദ്യകർത്താക്കൾക്ക് ലഭിക്കേണ്ട മറുപടി വേണ്ടെന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതോടുകൂടി യേശുവിനെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിപ്പിക്കാം എന്നായിരുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചോദ്യത്തിൻ്റെ പിൻപിലെ രഹസ്യം. യേശു അവരോട് ഒരു നാണയം ആവശ്യപ്പെടുകയും അതിൽ കാണുന്ന രൂപവും കൊത്തിയിരിക്കുന്ന പേരും ആരുടേതെന്ന് ചോദിക്കുകയും സീസറിൻ്റേത് തന്നെ എന്ന മറുപടി കേട്ടപ്പോൾ, എന്നാൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് താൻ ബുദ്ധി വൈഭവത്തോടെ പറഞ്ഞ മറുപടി അവിടുന്ന് രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടാതെ സീസറിന് കപ്പം കൊടുക്കണമെന്നും കൊടുക്കരുതെന്നും പറയുക ഉണ്ടായില്ല. രണ്ടാമത്തെ തിരുമൊഴി. സദൂക്യർ പുനരുത്ഥാനത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരു വിഭാഗം യൂദർ ആയിരുന്നു. അവർ യേശുവിനെ സമീപിച്ച് വക്രതയേറിയ ഒരു ചോദ്യം ഉന്നയിച്ചു. പുനരുത്ഥാനത്തെപ്പറ്റിയുള്ള വിശ്വാസം അബദ്ധമാണെന്നും സ്ഥാപിക്കുവാനാണ് അവരുടെ ലക്ഷ്യം. അവർ ചോദിച്ചു, ഒരുവൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ ആ വിധവയെ അവൻ്റെ സഹോദരൻ തന്നെ വിവാഹം ചെയ്ത് അവന് വേണ്ടി സന്താനം ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ വിധിച്ചിട്ടുണ്ടല്ലോ. 7 സഹോദരന്മാരുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ ഒന്നാമൻ വിവാഹം കഴിച്ച് സന്താനമില്ലാതെ മരിച്ചു. പിന്നീട് വിധവ രണ്ടാമൻ്റെ ഭാര്യയായി. രണ്ടാമനും അങ്ങനെ സംഭവിച്ചു. മറ്റെല്ലാ സഹോദരന്മാർക്കും അങ്ങനെ സംഭവിച്ചു. ഒടുവിൽ ഈ സ്ത്രീയും ഈ ലോകത്തിൽ നിന്നും മരിച്ചു. ഈ സ്ഥിതിക്ക് പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നാണ് അവരുടെ കുടുക്കു ചോദ്യം. യേശു അതിന് മറുപടിയായി, സ്വർഗത്തിൽ വിവാഹമോ വിവാഹ ജീവിതമോ തുടരുന്നില്ലെന്നും എല്ലാവരും ദൈവദൂതന്മാർക്ക് തുല്യര് ആയിരിക്കും എന്ന് കൂട്ടിച്ചേർത്തു. 3-ാം തിരുവായ്മൊഴിയെപ്പറ്റി പഠിക്കാം. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് യേശു കച്ചവടക്കാരെ ഓടിക്കുന്നത് കണ്ടിട്ട് കുപിതരായ പ്രധാനാചാര്യന്മാർ, നീ എന്തധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നത്?
ആര് നിനക്ക് ഈ അധികാരം തന്നു? ഈ ചോദ്യത്തിന് താൻ ദൈവപുത്രൻ ആയതുകൊണ്ട് ആണെന്ന മറുപടി അവർ വിശ്വസിക്കില്ലെന്നുള്ളതുകൊണ്ട് അവരുടെ ചോദ്യത്തിന് മറ്റൊരു ചോദ്യം കൊണ്ട് യേശു നേരിട്ടു. യേശു അവരോട്, യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചതിന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു അവരുടെ ഉത്തരം. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ക്രിസ്തു ചോദിക്കുമെന്ന് അറിയാമായിരുന്ന കാരണത്താലും മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി ആദരിച്ചിരുന്ന അത് കാരണം മാനുഷികമാണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എതിർപ്പിന് അവർ ഇടയാകും എന്നതിനാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ അപ്രകാരം അവരും രക്ഷപ്പെട്ടു ക്രിസ്തുവിൻ്റെ ചോദ്യത്തിൽ നിന്ന്. യേശു ഇപ്രകാരം അതിമഹത്തായ തൻ്റെ ഉത്തരങ്ങൾ കൊണ്ട് തന്നെ അമാനുഷികനും ദൈവപുത്രനും ആണെന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.